ഇപ്പോൾ മിനിസ്റ്റർ എ കെ ശശീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഗുഡ് മോർണിംഗ്. അത്ര സന്തോഷകരമല്ലാത്തൊരു വാർത്തയാണ് രാവിലെ നമുക്ക് കൊടുക്കേണ്ടി വന്നത്. ആരോഗ്യത്തോടു കൂടിയാണ് നമ്മൾ യാത്ര അയച്ചത് എന്നാണ് മനസ്സിലാക്കിയത്. എന്താണ് സംഭവിച്ചത് എന്നാണ് മിനിസ്റ്റർ മനസ്സിലാക്കുന്നത്? താങ്കളോട് സൂചിപ്പിച്ചതുപോലെ അത്യന്തം വിജയകരമായി പൂർത്തിയാക്കിയ ഒരു പ്രവർത്തനത്തിന്റെ നേർ വിപരീത ദിശയിലുള്ള വാർത്തക്കാണ് ഇന്ന് രാവിലെ നമുക്ക് കേൾക്കേണ്ടി വന്നത്. വളരെ സങ്കടമുണ്ടാക്കുന്ന ഒരു വാർത്തയാണത്. വാഹനത്തിലേക്ക് അയക്കുന്നതിന് മുമ്പ് പരിശോധന നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് അപ്പോൾ തന്നെ മനസ്സിലാക്കാതിരുന്നത്. പക്ഷേ പരിശോധനകൾ നടക്കുന്നതിനിടയിൽ തന്നെ നമുക്ക് തണ്ണീർക്കൊമ്പൻ മരിച്ചതായിട്ടുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. ഇനിയുണ്ട് വേണ്ടത്, ഇന്നലെ രാവിലെ പുലർച്ചെ 7 മണി മുതൽ രാത്രി വൈകും വരെ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമായാണ് നടത്തിയതെന്നാണ് എൻ്റെ വിചാരം. അതിന് മാധ്യമങ്ങളൊക്കെ സാക്ഷികളുമാണ്. അതുപോലെ തന്നെ തുടർ നടപടികളും സുതാര്യമായി നടത്തണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ കർണാടകയുടെയും കേരളത്തിന്റെയും വിദഗ്ധന്മാരുടെയും കൂടി സാന്നിധ്യത്തിലായിരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള ഏർപ്പാടുകൾ ഇതിനകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ദുരൂഹത ഉള്ളതായി മന്ത്രി സംശയിക്കുന്നുണ്ടോ? ഇല്ല. കാരണം ദുരൂഹത എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഈ ഒരു ആന ഇത്രയും മൗനമായി നിൽക്കുന്നതും പ്രകോപനമില്ലാതെ നിൽക്കുന്നതും എന്തുകൊണ്ട് എന്നൊരു ആലോചിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി മയക്കുവെടി വെച്ചിട്ടും ഇത്രയും ആളുകൾ അതിനെ പ്രകോപനപരമായി പെരുമാറിയിട്ടും ശാന്തത കൈവിടാതെ നിന്നത് എന്തുകൊണ്ട് എന്നുള്ളതൊരു സവിശേഷതയായിരുന്നല്ലോ. അങ്ങനെ കർണാടക വനത്തിൽ ഉള്ള ഒരു ആന കേരളത്തിൽ വരുമ്പോൾ നമുക്ക് വിവരങ്ങൾ കൈമാറാറുണ്ടോ? ഈ തണ്ണീർക്കൊമ്പന് ഏതെങ്കിലും തരത്തിൽ അസുഖങ്ങളുണ്ടോ? അതിന്റെ ദേഹത്തൊരു നമുക്ക് വിവരം കിട്ടാറുണ്ട്. പിന്നെ ചെറിയ സമയത്തൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അതിന്റെ റേഞ്ചിന്റെ ഒക്കെ പ്രശ്നമുണ്ടല്ലോ. ചെറിയ സമയത്തൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നേ ഉള്ളൂ. മിനിസ്റ്റർ, നേരത്തെയും ഒന്ന് മയക്കുവെടി വെച്ചതാണല്ലോ അവിടെ നിന്ന്, കർണാടകത്തിൽ നിന്ന്. അപ്പോ അതിനുശേഷം നമ്മളും ചെയ്യുന്നു. ഒരുപക്ഷെ അതായിരിക്കുമോ കാരണം? അങ്ങനത്തെ ആശങ്കയുണ്ടോ? ഓവർഡോസ് ആണ്? അല്ല, നമ്മളിപ്പോ ഒരു ഉപഭോഗങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. ഏതായാലും പോസ്റ്റ്മോർട്ടം നടത്താതെ പറ്റില്ലല്ലോ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രം അത്തരം നിഗമനങ്ങളിലേക്ക് പോകുന്നതാണ് നന്നായിരിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കൂ, സ്മൃതി ചോദിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, 1 മാസം മുമ്പ് മയക്കുവെടി വെച്ച് പിടിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ശാരീരിക പരിശോധന ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ആ നിലയിൽ ആ സമയത്ത് ഇതിന് ഈ മുഴയുണ്ടാകാനുള്ള കാരണം എന്താണ്? അല്ല, നമ്മള് മയക്കുവെടി വെച്ച് പിടിച്ച് ആ സമയത്തുള്ള പരിശോധനയിലൊന്നും ഇങ്ങനെ അങ്ങനെ ഒരു പ്രശ്നമുള്ളതായി തോന്നിയിട്ടില്ല. പിന്നെ അതുപോലെ എത്രയും പെട്ടെന്ന് സുരക്ഷിത സ്ഥലങ്ങളിൽ എത്തിക്കുക എന്നതായിരുന്നല്ലോ എല്ലാവരുടെയും മുമ്പിലുള്ള അടിയന്തര കടമയായിട്ട് എല്ലാവരും ഏറ്റെടുത്തിരുന്നത്. മിനിസ്റ്റർ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ എപ്പോഴായിരുന്നു ഈ ആന ചരിഞ്ഞത്? ബന്ദിപ്പൂരിൽ വെച്ചാണോ അതല്ല കേരള അതിർത്തിക്കുള്ളിൽ വെച്ചാണോ? ബന്ദിപ്പൂരിൽ വെച്ചാണ്. എപ്പോഴായിരുന്നു മിനിസ്റ്റർ? നമുക്കതിനെ സംബന്ധിച്ച് വിവരം കിട്ടുന്നത് ഒരു 7 മണിയോടുകൂടിയാണ് എനിക്ക് വിവരം കിട്ടുന്നത്. അപ്പൊ ഇന്ന് പുലർച്ചെയാണ് ചരിഞ്ഞിട്ടുണ്ടാവുക? അതെ, പുലർച്ചെയായിരിക്കും. ബന്ദിപ്പൂരിലാണ്. കേരള അതിർത്തി വിട്ട് ബന്ദിപ്പൂരിലെത്തി കർണാടക വനംവകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം ആ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇടക്കായിരിക്കാനാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതെല്ലാം കൃത്യസമയമൊക്കെ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് കിട്ടാനുണ്ടല്ലോ. മിസ്റ്റർ, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എപ്പോൾ അറിയാനാകും? അല്ല, പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് പോയി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ കേരളത്തിന്റെ പ്രതിനിധികൾ പോസ്റ്റ്മോർട്ടത്തിന് വേണം എന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ് ചെയ്യുക, അല്ലേ? അല്ല, അതിന് തർക്കമില്ല. രണ്ടുപേരും ഒരുമിച്ചാണ് ഇതുവരെ നടത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം രണ്ട് സ്റ്റേറ്റ് സംസ്ഥാനങ്ങളും ഒരുമിച്ചാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. മനുഷ്യ, ഇവിടെ ഏതെങ്കിലും തരത്തിലൊരു എക്സസ് ആക്ഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ നമ്മൾ മയക്കുവെടി വെക്കുന്നത് കൂടുതലായി പോയിട്ടുണ്ടോ? ഓവർഡോസ് ആയി പോയിട്ടുണ്ടോ? നമ്മൾ ആ നിലയിൽ നമ്മളൊരു അന്വേഷണം നടത്തുന്നുണ്ടോ? അല്ല, അതവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എനിക്ക് വിവരം കിട്ടി. അത് ഞാൻ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നില്ല. ഏതായാലും നമുക്ക് ഇതിന്റെ യഥാർത്ഥ വസ്തുതകളിലേക്ക് പരിശോധന ആവശ്യമാണ് എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം ഉണ്ടാകാനിടയില്ലല്ലോ. മനുഷ്യ, ഇന്നലെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് എന്താണ്? ഈ തണ്ണീർക്കൊമ്പൻ നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് എത്തിക്കണം. അതിന് എത്രയും വേഗം മയക്കുവെടി വെക്കണം.
അതെ ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നലെ മുഴുവൻ പ്രവർത്തിച്ചത്.